ആരാണ് ആദ്യം ഡിവോഴ്സ് ആവശ്യപ്പെട്ടത്? എന്താ ശരിക്കും നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? ശരിക്കും ഇത് ആരുടെ തെറ്റാണ്? ഡിവോഴ്സ് കഴിഞ്ഞ ആളുകളോട് നമ്മൾ ചോദിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഡിവോഴ്സ് എന്നത് ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചതിന്റെ പേര് മാത്രമല്ല, പലർക്കും അതൊരു വേദന നിറഞ്ഞ എക്സ്പീരിയൻസ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ഇത്രയും കാലം നീ എന്തിനാണ് ഇത് സഹിച്ചത് എന്ന ചോദ്യം നമ്മൾ ചോദിക്കാണ്ടിരിക്കുക. പുറത്തു നിന്ന് നോക്കുമ്പോൾ നമുക്കതൊരു സിമ്പിൾ ഡിസിഷൻ പോലെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അതിനുള്ളിൽ കുടുംബം, കുട്ടികൾ, സാമ്പത്തിക കാര്യങ്ങൾ, സമൂഹത്തെ കുറിച്ചുള്ള ഭയം, വീണ്ടും ജീവിതം തുടങ്ങാനുള്ള ആശങ്ക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവരെടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്കതിനെ ബഹുമാനിക്കാൻ പഠിക്കാം. രണ്ടാമതായി, എന്താണ് ശരിക്കും സംഭവിച്ചത്? ശരിക്കും ആരുടെ തെറ്റാണ്? അതുപോലെ തന്നെ നിങ്ങളിൽ ആരാണ് ഫസ്റ്റ് ആയിട്ട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അവർക്ക് പറയണമെന്ന് തോന്നുകയാണെങ്കിൽ അവർ തന്നെ നമ്മളോട് പറയട്ടെ. അല്ലാതെ അവരുടെ സ്വകാര്യ ജീവിതത്തെ നമ്മളൊരു ക്യൂരിയോസിറ്റി ആയി കാണേണ്ട ഒരാവശ്യമില്ല. മൂന്നാമതായിട്ട്, നിങ്ങൾ കണ്ടപ്പോൾ ഒരിക്കലും ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഒരു ഫോട്ടോയില് ഒരുമിച്ച് നിന്ന് ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ അവർ അടിപൊളിയായിട്ട് ബിഹേവ് ചെയ്യുന്നതോ കണ്ടിട്ട് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത്രയ്ക്ക് അടിപൊളിയാണെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. പലരും അവരവരുടെ ഉള്ളിലുള്ള ആ ഒരു പെയിന് നമ്മുടെ ഒന്നും മുന്നിൽ കാണിക്കാറില്ല എന്നതാണ് സത്യം. നാലാമതായി, കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്തുകൂടായിരുന്നില്ലേ? കുട്ടികൾക്ക് വേണ്ടത് എല്ലാ സമയത്തും വഴക്കും ബഹളവുമായി ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല. അങ്ങനെയുള്ള ഒരു വീടുകളിൽ വളരുന്നതിനേക്കാൾ നല്ലത് സമാധാനപരമായ ഒരു ജീവിതം നയിക്കുന്നതാണ് കുട്ടികളുടെ ആരോഗ്യത്തിനും നല്ലത്. അഞ്ചാമതായി, ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ ഇനി അടുത്ത കല്യാണം എപ്പോഴാ, വീണ്ടും ഒന്ന് സെറ്റിൽഡ് ആകണ്ടേ എന്നൊന്നും അവരുടെ അടുത്ത് പറയാണ്ടിരിക്കും. ഒരു സർജറി കഴിഞ്ഞ ആളോട് നമ്മൾ അടുത്ത ദിവസം തന്നെ എണീറ്റ് ഓടാനൊന്നും പറയില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമോഷണൽ ഹീലിംഗിനും സമയം വേണം. ആദ്യം അവർക്ക് വേണ്ടത് ഒരു പുതിയ റിലേഷൻഷിപ്പ് അല്ല, മറിച്ച് മനസ്സിനൊന്ന് റിലാക്സ് ആകാനുള്ള ഒരു സമയമാണ്. നമുക്ക് ഒരാളുടെ ജീവിതം മാറ്റാൻ കഴിയില്ല, പക്ഷേ നമ്മുടെ ഒരു വാക്ക് കൊണ്ട് അവർക്ക് വീണ്ടും അതൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയി മാറിയേക്കാം. അതുകൊണ്ട് ഡിവോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ചോദ്യങ്ങളെക്കാൾ കൂടുതൽ അവിടെ ആവശ്യം കരുതലാണ്.